സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വിവരസാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ ടെക്നോളജിയുടെ കടന്നുവരവ് പുതുതലമുറയുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്നും കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതാകുന്ന ഇന്നത്തെ കാലത്ത് പങ്കുവെക്കലുകളും കൂടിച്ചേരലുകളും ബന്ധങ്ങളുടെ ആഴങ്ങളും മനസ്സിലാക്കാൻ NSS പോലുള്ള സംഘടനകളുടെ ക്യാമ്പുകളിലൂടെ സാധ്യമാകുന്നുവെന്നും വടകര എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ പറഞ്ഞു. കുരിക്കിലാട് കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിന്റെ മുന്നോടിയായുള്ള ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറ്റം എന്നുള്ള നിലയ്ക്ക് നമ്മളെ സ്വഭാവങ്ങളിൽ, അതുപോലെ തന്നെ പെരുമാറ്റങ്ങളിൽ, അതുപോലെ തന്നെ ബന്ധങ്ങളിലൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതൊക്കെ നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് വന്ന മാറ്റങ്ങളിൽ ചിലത് പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങൾ ഇന്ന് നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടുകുടുംബത്തിനെ പറ്റി ചെറിയ ചെറിയ കുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, നിങ്ങളുടെയും എൻ്റെയും കുടുംബങ്ങൾ പഴയ കാലത്തെ പോലെ ആ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതൊരു സാഹചര്യം നിലവിലുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വസ്തുത, വിവരസാങ്കേതിക വൈദഗ്ധ്യങ്ങൾ കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകം. അപ്പോൾ നമുക്ക് പണ്ട് പോലെയല്ല. പണ്ടൊക്കെ ഒരു അടുത്ത അയൽ സംസ്ഥാനത്ത് പോകണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം. അവിടെയുള്ള ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ പരമാവധി ലാൻഡ് ഫോൺ വരെ ഉപയോഗിച്ച സാഹചര്യങ്ങളെ നമുക്ക് മുമ്പുണ്ടായിരുന്നുണ്ട്. അതൊന്നും മാറി. നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തിൻ്റെയും, ലോകത്തുള്ള ഏത് രാജ്യത്തിൻ്റെയും മേഖലകളിൽ കടന്നു കയറാൻ സാധിക്കുന്ന, പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ വിവര സാങ്കേതിക വിജ്ഞാനങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ കൊണ്ടുണ്ടാകുന്ന നല്ല വശങ്ങൾക്കപ്പുറത്തായി ദൂഷ്യവശങ്ങൾ നമ്മുടെ ഇളം തലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ദൂഷ്യവശങ്ങൾ എന്നുള്ളത്? നമുക്ക് ഇപ്പോൾ സാധാരണ പത്രം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പത്രവായന ഇപ്പോഴത്തെ തലമുറയിൽ വളരെ വിരളമാണ്. അത് ഞാനങ്ങനെ പറയുന്നതിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. പത്രം വായിക്കുന്നവരുണ്ടെങ്കിൽ സന്തോഷം. എങ്ങനെയായാലും ആഴ്ചയ്ക്ക് 2-3 ദിവസം പത്രങ്ങൾ നമുക്ക് കാണാം. വരും നാളുകളിൽ NCC യൂണിറ്റ് കൂടി കോളേജിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു അച്ചടക്ക ബോധം, അതുപോലെ തന്നെ മറ്റ് നല്ല രീതിയിലുള്ള സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന പരിസ്ഥിതികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിലുപരിയായി മറ്റ് പല മേഖലകളിലും സാമൂഹ്യ സേവനം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സന്നദ്ധത മാനസികമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം NSSനെ കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ NSSും അതുപോലെ തന്നെ മറ്റൊരു അവിഭാജ്യ ഘടകമായി കോളേജിന് വേണമെന്ന് നേരത്തെ ഞങ്ങളുടെ ഭരണസമിതി ചടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. NSSനെ കൂടാതെ NCC കൂടി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതിലേക്കുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജ് ഹാളിൽ നടന്ന പരിപാടിയിൽ NK ഷിജിൻ അധ്യക്ഷനായി. പരിപാടിക്ക് വത്സലൻ കുനിയിൽ മുഖ്യാതിഥിയായി. ആശംസകൾ അർപ്പിച്ച NK രവീന്ദ്രൻ, PP അനിൽകുമാർ, KI ഹരീഷ് കുമാർ, RV ബിജുൽ കുമാർ, IK സജിനി, PM മണി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസം, ബാങ്കിംഗ്, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലനെ ചടങ്ങിൽ ആദരിച്ചു.